എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്ന കൃഷിയാണ് തെങ്ങ് കൃഷി. അതിനെക്കുറിച്ചാണ്. ആ തെങ്ങ് കൃഷി പൊതുവെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇനി വരും കാലങ്ങളിലും, അതായത് തേങ്ങയ്ക്ക് നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത വിലയിലേക്ക് മാറും. കാരണം തെങ്ങ് കൃഷി ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഉപേക്ഷിച്ചു. അത് കൊണ്ടുവന്ന് നടക്കാൻ പറ്റില്ല സത്യത്തിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെല്ലിയുടെ ആക്രമണം ആണ് ഏറ്റവും പ്രശ്നം. ബാക്കിയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒഴിവാക്കാം, മരുന്ന് ചെയ്ത് ഇത് നമ്മളിപ്പോൾ എന്ത് പ്രിക്കോഷൻസ് എടുത്താലും നമുക്ക് ഈ ചെല്ലിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ്. തെങ്ങ് നശിപ്പിച്ചേ കളയും. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്താൽ കുറച്ച് ആക്രമണത്തിൽ കുറവ് കിട്ടും. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. അതായത് നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് മണലും നമ്മളുടെ പാറ്റകുളി ഇട്ടിട്ടുണ്ട്, അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാര്യമില്ല. അതിലൊന്നും ഒരു സക്സസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചില്ല. പിന്നെ നമ്മൾ ഈ വല, ഈ ചെറിയ പരലിനെയൊക്കെ പിടിക്കുന്ന, ചെറിയ മീനുകളെയൊക്കെ പിടിക്കുന്ന വലയുടെ ഇത് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഓരോ കവിളിലും കയറ്റി ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇപ്പോൾ ഇതുമ്പോൾ കാണാം ചെല്ലിയുടെയൊക്കെ തോടുകളിരിക്കണം. ഇതിൽ കുറേയൊക്കെ ഒരു 80% വരെ ഇതിൽ നമുക്ക് തടയാൻ പറ്റും. ബാക്കി 20% ഉണ്ട്. അത് കയറി നമ്മളുടെ തെങ്ങ് നശിപ്പിക്കും. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരുന്നിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്ന് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു 10, 15, 20 ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ എഫക്റ്റ് പോവും. അത് കഴിയുമ്പോൾ ചെല്ലി വീണ്ടും ആക്രമിക്കും. അപ്പോൾ ഇതിങ്ങനെ സ്ഥിരം ഇങ്ങനെയായി. ഇതിപ്പോൾ ഒരു 5 വർഷമായ തെങ്ങാണ്. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ഇപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും മരുന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തെങ്ങിൻ്റെ നന്നാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തെ കൊതമ്പുള്ളതൊക്കെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് നല്ല വൃത്തിയാവും. അപ്പോൾ ഒരു പരിധി വരെ ഈ ചെല്ലിക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറി വരാനുള്ളൊരു സ്പേസ്, പിടിച്ചിരിക്കാനുള്ള സ്പേസ് കിട്ടില്ല. കാരണം ഈ തെങ്ങിൻ്റെ സാധാരണ ചെല്ലി വന്നിട്ട് ഇവിടെ കയറി പതുക്കെ, ഇത് നമ്മളുടെ കൊതമ്പാണല്ലോ, ഈ കൊതമ്പ് മേക്കടെ കയറി അള്ളി പിടിച്ച് കയറി വരാൻ അതിന് എളുപ്പമാണ്. അപ്പോൾ ശരിക്കും ഇത് നന്നാക്കിയൊക്കെ ഇടുകയാണെങ്കിൽ, ഈ പറഞ്ഞ ഇതിപ്പോൾ നന്നാക്കി ഇടുകയാണെങ്കിൽ ഇതിന് കയറി വരാനും കയറി ഒളിച്ചിരിക്കാനും, ഈ കൊതമ്പിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇവ ഒളിച്ചിരിക്കും. അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ, പകലിറങ്ങില്ല, രാത്രിയാകുമ്പോൾ ഇതിൽ കയറി ഈ ഭാഗം കണ്ട് തുളച്ച് ഇവിടെ ഈ നമ്മളുടെ ഈ ഓലയുടെ കവിളിൽ കയറിയിട്ട് ഇതിൻ്റെ ഈ സൈഡായിട്ടാണ്, ഉള്ളിലായിട്ടാണ് തുളയ്ക്കുന്നത്. തുളച്ച് അകത്ത് മുകളിലോട്ടും പോവും, അതുപോലെ തന്നെ താഴോട്ടും തുളച്ചിറങ്ങും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ, നമുക്ക് കയറി ഇത് ഒളിച്ചിരിക്കാൻ പറ്റാതിരിക്കാനൊക്കെ ആയിട്ട് പെട്ടെന്ന് നമുക്ക് കാണുകയും ചെയ്യാം ഇത് വൃത്തിയാക്കി ഇടാണെങ്കിൽ, ചെല്ലി ഉണ്ടെങ്കിൽ. അപ്പോൾ ഈ സൈഡൊക്കെ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലത്തെ ഉണങ്ങിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒടിച്ച് കളയാം. ഇതുപോലെ സൈഡൊക്കെ നന്നായിട്ട്. പിന്നെ ഈ ഓല മടൽമേക്കടയൊക്കെ ഇങ്ങനെ അള്ളി പിടിച്ച് കയറാനും പറ്റില്ല, നല്ല സ്ലിപ്പ്. അതിൻ്റെ വെയിറ്റ് കൊണ്ട് അത് സ്ലിപ്പായി താഴേക്ക് പോകും. അപ്പോൾ ഈ കൊതമ്പ് പരമാവധി നമ്മൾ നീക്കം ചെയ്യുക. വലയുള്ളത് മാറ്റിയിട്ട് നമ്മൾ വീണ്ടും വെച്ചു കൊടുക്കാം. വല എല്ലാത്തിലും ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ട, ഇതിപ്പോൾ പൊക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചെല്ലിരിക്കണം കണ്ട. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുത്താൽ ഒരു പരിധിയുടെ ചെല്ലീനെയൊക്കെ പിടിക്കാൻ സാധിക്കും, ഒരു 80%. ബാക്കി മരുന്നിലാണ് ഇത് ചെയ്യുന്നത്. ഈ മരുന്ന് ഒഴിക്കണ കാരണം ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ അവിടെ തുളക്കില്ല, ആ മണം കൊണ്ട് അത് പുറത്തേക്ക് പോകും. പക്ഷേ ഈ വല ഇരിക്കുന്ന കാരണം ഈ അകത്ത് വന്ന ചെല്ലി ഇടയ്ക്ക് ഇതിൽ കുടുങ്ങുകയും ചെയ്യും. ഇത് ചത്താണ് ഇരിക്കുന്നത്. കാരണം മരുന്ന് മുമ്പ് അടിച്ച് വെച്ചേരുന്ന കാരണം ഇതിൽ പെട്ടിരിക്കുന്നതാണ്. ഈ തെങ്ങിൽ നമുക്ക് ഈ ഓലയൊന്നും ആവശ്യമില്ല. കാരണം ഇതിൻ്റെ ഓൾറെഡി ആ മോളിൽ കണ്ടോ ചെല്ലി കുത്തിയിട്ടുണ്ടെങ്കിൽ ആ ത്രികോണം പോലെ ഇരിക്കും അതിൻ്റെ എഡ്ജ്. ഇത് മുമ്പ് കുത്തിയതാണ്, തുടക്കം കുത്തിയിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഓലയുടെ നമുക്ക് ആവശ്യമില്ല ശരിക്കും. ഇതിലേക്ക് കൂടുതലായിട്ട് വളങ്ങളൊക്കെ വലിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഈ തെങ്ങിൻ്റെ മുകളിലേക്ക് കിട്ടാനായിട്ട് നമ്മൾ ഈ കൈകളൊക്കെ വെട്ടിക്കളയാം. ഒരു 2 അടി ഹൈറ്റിലൊക്കെ വെച്ച് ഇത് മുറിച്ച് കളയാം. മുറിച്ച് ഇതിൻ്റെ കടയ്ക്ക് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല പൊട്ടാഷ് വളമാണ്. ചെറിയ പീസാക്കി
ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഈ കൈയും ആവശ്യമില്ലാത്തതാണ്, കാരണം ഇത് അടിയിൽ നിന്ന് വരുന്നതാണ്. എന്നാലാണ് പെട്ടെന്ന് നമ്മളുടെ തെങ്ങിൻ്റെ കട തിരിഞ്ഞു വരുള്ളൂ. കൂടി നിന്ന് കഴിഞ്ഞാൽ ഈ തെങ്ങിന് വളർച്ച കുറവായിരിക്കും. തെങ്ങിൻ്റെ കൂമ്പെടുക്കാനായിട്ട് ഈ അടിയോലകളൊക്കെ വെട്ടിക്കളയുന്നത് നല്ലതാണ്. ഇതിനെ വിടിയിച്ച് കളയാണ്. അങ്ങനെ നമ്മളുടെ വല റെഡിയാക്കി എടുത്തു. വല അതുപോലെ തന്നെ മുകളിലെ കവളുകളിലേക്ക് ഇറക്കി വയ്ക്കുക. ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ പോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുത്തി ഇറക്കാനായിട്ട് എളുപ്പമായിരിക്കും. നമുക്കിപ്പോൾ വാക്കത്തി വെച്ച് ഇറക്കാൻ പറ്റും. വാക്കത്തിയുടെ എഡ്ജ് വെച്ചിട്ട് അതിൻ്റെ സൈഡിലേക്ക് കുത്തി ഇറക്കാൻ പറ്റും. ഉള്ളിലേക്ക് ഇറക്കി വിടുക. ഈ കൊമ്പൻചെല്ലിയുടെ ആക്രമണം ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് തെങ്ങിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും. ചെമ്പൻചെല്ലി മാത്രമാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. അപ്പോൾ നമ്മൾ ഈ തെങ്ങിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ വെച്ച് വട്ടം വെട്ടിയതാണ് ഞാൻ. കാരണം ചെല്ലി കയറി അകത്തേക്ക് കയറിപ്പോയി. അതുപോലെ തന്നെ അതിൻ്റെ 2-3 കയറിയുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഞാനിത് ഈ ഓല നിൽക്കുന്ന ഈ ഭാഗം തുടങ്ങി വട്ടം വെട്ടി അതിനുശേഷം വലുതായി വന്നതാണിത് ഈ കാണുന്നത്. അപ്പോൾ രക്ഷപ്പെടുത്തിയെടുക്കാൻ നമുക്ക് ഈസി ആയിട്ട് പറ്റും. തെങ്ങിന് അങ്ങനെ ഒരു പ്രശ്നം വരില്ല. അപ്പോൾ കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും നിരീക്ഷിക്കുക. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ നമ്മൾ വന്ന് നോക്കുന്നുണ്ട്, മരുന്ന് ഒഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ. ആ തെങ്ങൊക്കെ വൃത്തിയാക്കിയതാണ്. ആ തെങ്ങ് ഈ തെങ്ങുകൾ ഇപ്പോൾ എല്ലാ തെങ്ങുകളും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ചവറ് കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇടാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ മരം കഴിഞ്ഞ ദിവസം വെട്ടിയപ്പോൾ കിടക്കുന്ന ഒരു ചവറ ഇതാണ്. അത് നമ്മളെടുത്ത് മാറ്റും. അതിൻ്റെ തട എപ്പോഴും വൃത്തിയാക്കി ഇടുക. ആ കാര്യം നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.